മനുഷ്യരായ നമ്മൾ ശരീരം കൊണ്ടും സ്വഭാവം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും വ്യത്യസ്തരാണെങ്കിലും നമ്മളൊക്കെ ഒന്നാകുന്ന ഒരു മേഖലയുണ്ട്. അതാണ് നമ്മുടെ മാനവികത, മനുഷ്യത്വം എന്ന ഒരു സംഗതി. അതിലെല്ലാവരും ഒന്നാണ്. മനുഷ്യരെന്ന നിലയിൽ പരസ്പരം ഒന്നാകാതെയും പരസ്പരം ആശ്രയിക്കാതെയും പരസ്പരം ഉൾക്കൊള്ളാതെയും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ ഒന്നാകാതെ രണ്ടും മൂന്നും നാലും ആയി ഭിന്നിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും വാശിയും തീർക്കുകയും ചെയ്യുന്നു എന്നത് നമ്മുടെ വിവരക്കുറവിൻ്റെയോ നമ്മുടെ സ്വാർത്ഥതയുടെയോ നമ്മുടെ അഹങ്കാരത്തിൻ്റെയോ ഒക്കെ പേരിലായിരിക്കും. എങ്ങനെയാണ് മനുഷ്യന് വേർപിരിയാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ചിതറാനും സാധിക്കുക? പല ഭക്ഷണ രീതികളും പല വസ്ത്ര സ്വഭാവ രീതികളും പല പെരുമാറ്റശാസ്ത്ര ശൈലികളുമൊക്കെ ആശ്രയിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പരസ്പരം അവർ ശ്വസിക്കുന്ന വായു, അവർ പുറത്തുവിടുന്ന മറ്റു വാതക പദാർത്ഥങ്ങൾ ഒക്കെ ഒന്നായതിനാൽ അടിസ്ഥാനപരമായി വേർപിരിഞ്ഞു നിൽക്കാൻ അല്ലെങ്കിൽ തമ്മിൽ പോരടിക്കാൻ, വേറെയാണ് ഒന്നല്ല എന്ന് മാറ്റി തീർത്ത് പറയാൻ ഒരിക്കലും സാധ്യമല്ലാത്ത രീതിയിൽ ക്രിയേഷനിൽ തന്നെ, റിയാലിറ്റിയിൽ തന്നെ, ആക്ച്വൽ മൂവിൽ തന്നെ മനുഷ്യർക്കിടയിൽ ഒരു ഒട്ടിപ്പിടിച്ച ബന്ധം നിലനിൽക്കുന്നുണ്ട്. ആ ബന്ധം നിലനിൽക്കുന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ആ നിലനിൽക്കുന്ന ബേസിക് റിലേഷൻഷിപ്പിൻ്റെ, ബേസിക് അപ്രോച്ചിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം, അതിൻ്റെ പ്രയോജനവും ഉപകാരവും ഗുണവും എന്താണെന്ന് നിരന്തരം ചിന്തിക്കുന്നതിന് പകരം സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത് കൊണ്ടും സ്വന്തം ആഗ്രഹങ്ങൾക്കും വിചാരങ്ങൾക്കും മുന്തിയ പരിഗണന നൽകുന്നത് കൊണ്ടുമാണ് മനുഷ്യർ പരസ്പരം പോരടിക്കേണ്ടി വരുന്നത്. എങ്ങനെ പോരടിക്കാൻ സാധിക്കും? ഒരിക്കലും പരസ്പരം പോരടിക്കാതെ, ഒരിക്കലും പരസ്പരം കൊമ്പുകോർക്കാതെ, കൈകോർത്ത് മനസ്സറിഞ്ഞ് സൗമ്യമായി ശാന്തശീലരായി ജീവിക്കേണ്ട മനുഷ്യർ ഒരു കാരണം കൊണ്ട് തന്നെയാണ്, ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ്, നേരത്തെ പറഞ്ഞ ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് പോരടിക്കുന്നവരും ചിന്നിച്ചിതറിയവരുമായി മാറുന്നത്. സത്യത്തിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ എന്തായിത്തീരണം, എന്തൊക്കെ നേടാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ആ ഒരു അതേ ശൈലിയിൽ, അതേ ഗൗരവത്തിൽ, അല്ലെങ്കിൽ എന്തൊക്കെ നേടിയെടുക്കണമെന്ന് ചിന്തിക്കുന്ന അതേ ഗൗരവത്തിൽ ഞാൻ എന്തിന് ജീവിക്കുന്നു, എൻ്റെ ജീവിതം കൊണ്ട് മൊത്തത്തിലുള്ള എയിം എന്താണ്, ദി എയിം ഓഫ് ദി ലൈഫ് എന്താണ്, എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇപ്പറഞ്ഞ രീതിയിൽ കാരണങ്ങളുണ്ടാക്കി നമ്മൾ പരസ്പരം ഭിന്നിക്കുന്നതും ചിന്നിച്ചിതറുന്നതും. മനുഷ്യൻ ആനന്ദമോഹിയായ സന്തോഷദാഹമുള്ള ജീവിയാണല്ലോ. എ പ്ലഷർ സീക്കിംഗ് ആനിമൽ എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുണ്യപുരുഷന്മാരും മഹാത്മാക്കളുമൊക്കെ മനുഷ്യരെ വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. വാഴ്ത്തപ്പെട്ട മനുഷ്യൻ പലപ്പോഴും വീഴ്ത്തപ്പെട്ടവനായി മാറുന്നത് നമ്മളാൽ തന്നെയാണ്, നമ്മുടെ കാരണം കൊണ്ട് തന്നെയാണ്. ആ കാരണം മനസ്സിലാക്കി ചികിത്സിക്കുകയും പരിഹാരക്രിയകൾ ചെയ്യുകയും മാത്രമേ നമ്മുടെ മുമ്പിൽ ഏക പോംവഴിയുള്ളൂ. അത് നാം തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും ചെയ്തത് കൊണ്ട് യാതൊരു കാര്യവും ഇല്ല.